ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജ്യുവാല 2.0. നമുക്ക് ഇനിയുള്ളത് കൊമേഴ്സ് കുട്ടികൾക്കും എല്ലാവർക്കും ഉള്ളത് ഇംഗ്ലീഷ് എക്സാം ആണ്. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിൽ ഓരോ പാഠം ഒന്നും അറിയാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ, റിവ്യൂ അറിയാത്തവർ, സ്റ്റോറി അറിയാത്തവർ, അതുപോലെ തന്നെ എന്താ മലയാളം മീനിങ് അറിയാത്തവർക്കുള്ള വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും എന്താണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. നമുക്ക് ഈ സ്റ്റോറികൾ, ഈ ഒരു സമ്മറി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാവും, കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എഴുതാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ആണ് 3 L's ഓഫ് എംപവർമെൻറ്റ്. ഇവിടെ സ്ത്രീകളെ കുറിച്ചിട്ടാണ് പറയുന്നത് മെയിനായിട്ട്. ഇതൊരു സ്പീച്ചാണ്. സ്പീച്ച് പറയുന്നത് ക്രിസ്ത്യൻ ലെഗാർഡ് ആണ് കേട്ടോ. ദർ ആർ മെനി ചലഞ്ചസ് ഇൻ ദ മോഡേൺ വേൾഡ്. എക്കണോമിക് റോൾ ഓഫ് ദി വുമൺ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വുമൺ കോൺട്രിബ്യൂട്ട് ലെസ് ടു ടോട്ടൽ ഇക്കോണമിക് ആക്ടിവിറ്റി. മെനി കൺട്രീസ് ലാഗ് ഇൻ ദ പെർ ക്യാപിറ്റൽ ഇൻകം. വുമൻസ് ആർ നോട്ട് പോസിബിൾ ഫോർ ദി സീരിയസ് പ്രോബ്ലം. അതായത് ഇവിടെ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ക്രിസ്ത്യൻ ലിഗാർഡ് സ്പീച്ചിൽ ഒരു വുമൻസിന് ഉണ്ടാകുന്ന ഇഷ്യൂസ്, അവരുടെ പ്രശ്നങ്ങളെ നമുക്ക് നേരിടുന്നുണ്ടെങ്കിൽ, നമുക്ക് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 L's നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ദ 3 L's ഓഫ് വുമൺ എംപവർമെൻറ്റ് ആർ ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഈ ഒരു ചാപ്റ്ററിലെ റിവ്യൂ നിങ്ങൾക്ക് പഠിച്ചാലേ വുമൻസ് ഡേയുടെ എന്നുള്ള സ്പീച്ചിലോ അതുപോലെ റിവ്യൂലോ എന്ത് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാനായിട്ട് സാധിക്കും. എഡ്യൂക്കേഷൻ ഈസ് ദ അതിൽ 3 L'സിനെ കുറിച്ചിട്ടാണ് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യണേ. ഫസ്റ്റ് വൺ ലേണിംഗ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ദിസ് ഈസ് ഫൗണ്ടേഷൻ ഓഫ് ഓൾ ചേഞ്ചസ്. എംപവർ വുമൺ ടു ടാപ്പ് ഔട്ട് ദെയർ ഇൻബോൺ ടാലൻസ്. അത് കഴിഞ്ഞിട്ട് ലേബറാണ് വരുന്നത്. ലേബർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് നമ്മുടെ വർക്ക് പ്ലേസിൽ ഇപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. ലോ പോയിങ്, ലോ സ്റ്റാറ്റസ്, ലോ സെക്യൂരിറ്റി ആർ സം ഓഫ് ദം. വി ഷുഡ് അപ്ലോഡ് ദ ബേസിക് ഇമ്മ്യൂണിറ്റി, ബേസിക് നോംസ് ഓഫ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അതായത് അടുത്തത് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ലേബർ വേണം. നമുക്ക് സ്വന്തം സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. ദ തേർഡ് വൺ ലീഡർഷിപ്പാണ്. അതായത് നമ്മളെല്ലാം ഗുഡ് ലീഡേഴ്സ് ആണെന്ന് പറയുന്നത്. അതായത് പ്രോപ്പർ ഡിസിഷൻ, കമ്പാഷൻ, ഇൻക്ലൂഷൻ ഒക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാൻ പറ്റിയ സ്ത്രീകൾക്കാണ്. അപ്പോൾ ദ എൻറ്റയർ വേൾഡ് ക്യാൻ റീക്യാപ് ദ ബെനിഫിറ്റ് ഓഫ് വുമൺ എംപവർമെൻറ്റ്. വുമൻസിൻ്റെ എംപവർമെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ദ എൻറ്റയർ വേൾഡ് ചേഞ്ച് ആവുമെന്നാണ് ക്രിസ്ത്യൻ ലിഗാർഡ് സ്പീച്ചിൽ പറയുന്നത്. അപ്പോൾ ദ 3 L'സിനെ കുറിച്ചിട്ട് പഠിക്കുക. ഈ ഒരു സമ്മറി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ചാൽ മതിയാവും. അടുത്തതാണ് പോയം ബൈ എനി വുമൺ ബൈ കാതറിൻ ടെനൻ. ഇവിടെ പോയം ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ ഇൻ ഫാമിലിയിൽ എങ്ങനെയാണ് സ്ത്രീകൾ എന്നാണ് പറയുന്നത്. വീട് ഒരു ജീവനാവണമെങ്കിൽ നമുക്കവിടെ സ്ത്രീ വേണം, അമ്മയാണ്. ഇവിടെ മദർ ലവ് ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് വരും കേട്ടോ. ദ എൻറ്റയർ ഹോം വിൽ ബി റൂയിൻ ഇൻ ഹെർ ആബ്സെൻസ്. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ അമ്മ ഇല്ലാതാവുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് തിങ്ക് ചെയ്യാൻ നമുക്കറിയാൻ പറ്റും. അതായത് ഇവിടെ വുമൻസിനെ കുറിച്ച് ഒരുപാട് മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫയർ അപ്പോൺ ദ ഹെർത്ത്, തീയാണ് അടുപ്പിലെ. അതുപോലെ തന്നെ ലൈറ്റ് ഓൺ ദ ഗുഡ് സൺ, സൂര്യൻ്റെ വെളിച്ചമാണ്. അതുപോലെ തന്നെ കോൾഡർ ദാൻ എ സ്റ്റോൺ, കല്ലിനേക്കാൾ തണുപ്പാണ് നമ്മുടെ വീട്. നമ്മളില്ല എങ്കിൽ വീട് കല്ലിനേക്കാൾ തണുപ്പായിരിക്കും എന്ന് പറയുന്നത്. ചിൽഡ്രൻ കനോട്ട് ഗ്രൂ വെൽ വിത്തൗട്ട് ഹെയർ ഗൈഡൻസ്. കുട്ടികളൊന്നും അവളില്ലാതെ വളരില്ല അല്ലെ, നല്ല രീതിയിൽ മാർഗനിർദ്ദേശങ്ങളൊന്നും കിട്ടില്ല എന്ന് പറയുന്നത്. അതുപോലെ സ്നേഹത്തിൻ്റെ വളയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചിൽഡ്രൻസ് എല്ലാം അമ്മമാർ പിടിച്ചിരിക്കുന്നത് അല്ലേ. ഓൾ ചിൽഡ്രൻസ് വിത്തിൻ ദ സാക്രഡ് റിംഗ് ഓഫ് ലവ്. ഷീ പ്രൊട്ടക്ട് ഹെർ ചിൽഡ്രൻ ഫ്രം ഓൾ ഡേഞ്ചേഴ്സ്. കെയർഫുൾ ടച്ച് റീച്ചസ് എവ്രിവെയർ ആൻഡ് എവ്രിതിങ് ഇൻ ദ ഹൗസ്. അതുപോലെ തന്നെ ലാസ്റ്റ്ലി ഷീ പ്രേ God not to take her away till her children grow. നമ്മുടെ മക്കൾ വലുതാവുന്നത് വരെ എന്നെ എവിടേക്കും നീ എടുക്കരുത് എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നും കൂടിയുണ്ട്. ദിസ് പോയം റീഇൻഫോഴ്സ് ദ അൺകണ്ടീഷണൽ ലവ് ഓഫ് എ മദർ. ഇവിടെ നമുക്ക് മദർ ലവ് ആണ് മെയിനായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് മെറ്റഫേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ആ പാഠത്തിൽ അമ്മേനെ അല്ലെങ്കിൽ സ്ത്രീ വുമണിനെ എന്തിനോടൊക്കെ കമ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പഠിക്കാം. ആ കമ്പയർ ചെയ്തുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കാം. നമുക്ക് 4 ലൈനൊക്കെ തന്നിട്ട് എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. അടുത്ത ചാപ്റ്ററാണ് മാച്ച് ബോക്സ്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. സ്റ്റോറി റിട്ടൺ ബൈ ആശാപൂർണ ദേവി. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ വില്ലേജ് വുമൺ ആയ നൊമിതയുടെ സ്റ്റോറിയാണ്. നൊമിത ഈസ് ദ വൈഫ് ഓഫ് അജിത്. ഷീ കം ഫ്രം എ പുവർ ഫാമിലി. ഹെർ മദർ ഫ്രീക്വൻലി റൈറ്റ് ലെറ്റർ ടു റിക്വസ്റ്റിംഗ് മണി. അജിത് ഓപ്പൺ ആൻഡ് റീഡ് ദ ലെറ്റേഴ്സ് അഡ്രസ് ടു നൊമിത വിത്തൗട്ട് ഹെർ പെർമിഷൻ. ദിസ് ബിഹേവിയർ ഓഫ് അജിത് ഹേർട്ട് നൊമിത സെൽഫ് റെസ്പെക്ട്. അതായത് ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ എന്താ പറയുക ലിറ്ററേറ്റ് ആണ്. അതായത് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു വുമണാണ് നൊമിത വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് അജിത്തിൻ്റെ കൂടെ വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ നൊമിതയുടെ അമ്മ ഒരു വിഡോ ആണ്. ഇടയ്ക്കിടയ്ക്ക് ലെറ്ററൊക്കെ എഴുതുമ്പോൾ നൊമിതയുടെ റിപ്ലൈ ലെറ്റർ ആണെങ്കിലൊക്കെ അജിത്ത് അവളുടെ പെർമിഷൻ കൂടാതെ വായിക്കുകയാണ്. അപ്പോൾ ഈ ബിഹേവിയർ, അജിത്തിൻ്റെ ഈ ഒരു ബിഹേവിയർ നൊമിതയുടെ സെൽഫ് റെസ്പെക്റ്റ് ഹേർട്ട് ചെയ്യാണ്. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു ഭരിക്കണ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഷീ ഹാഡ് ടോൾഡ് ഹിം മെനി ടൈംസ് നോട്ട് ടു ഡു ഇറ്റ്, ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ദേഷ്യപ്പെടുകയും അജിത്തിനോട് ക്വാറൽസ് വിത്ത് ഹിം, അതായത് 2 തല്ലു
ഓടുകയാണ് ചെയ്യുന്നത്. നൊമിത ഫ്ലേമിംഗ് വിത്ത് ആങ്കർ പിക്സ് എ മാച്ച് ബോക്സ് ലൈറ്റ് എ സ്റ്റിക്ക് ആൻഡ് പുട്ട് ഇറ്റ് ഓൺ സാരി വിച്ച് ഇൻസ്റ്റന്റ്ലി ക്യാച്ചസ് ഫയർ. പിന്നീട് എന്താ ചെയ്യുന്നത്, ദേഷ്യം കൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടും ദേഷ്യം കൊണ്ട് ഒരു തീപ്പെട്ടി എടുത്തിട്ട് സാരിയിൽ വെച്ച് തീ പിടിക്കുകയാണ്. അങ്ങനെ അജിത്ത് ഓടിയെത്തി കൈകൊണ്ട് തീയൊക്കെ അണച്ചിട്ട് വഴക്ക് കഴിഞ്ഞ് ഗോ ബാക്ക് ടു കിച്ചൺ. അതായത് ആ ഒരു കാര്യം അവിടെ നടക്കാത്ത പോലെയാണ് പിന്നീട് നൊമിത കിച്ചണിലേക്ക് പോയത്. ഷീ ഈവൻ ടെൽ ലൈസ് അബൌട്ട് ദ ബേണിംഗ് ഓഫ് സാരി. അതായത് എങ്ങനെയാണ് സാരി കത്തിയതെന്ന് ചോദിക്കുമ്പോൾ പോലും ഇതല്ല, ഞാൻ കത്തിച്ചതല്ല എന്നുള്ളത് നുണ പോലും ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, നൊമിത ടിപ്പിക്കൽ ഇന്ത്യൻ വില്ലേജ് വുമൺ. നമുക്ക് ഒരു വീട്ടിൽ അത്യാവശ്യം സെൽഫ് റെസ്പെക്റ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പം അതിൻ്റെതായ ഒരു മെൻ്റൽ ഫ്രസ്ട്രേഷനൊക്കെയാണ് നൊമിത എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് മെയിനായിട്ട് ചോദിക്കാം ക്യാരക്ടർ സ്കെച്ച്, കമ്പയറിങ് ആൻഡ് കോൺട്രാസ്റ്റ് ഒക്കെയാണ്. കാരണം കമ്പയറും കോൺട്രാസ്റ്റും ചോദിക്കുക നെക്സ്റ്റ് ചാപ്റ്ററിൽ രത്നയും നൊമിതയും. അപ്പോൾ നമുക്ക് ഈ ഒരു റിവ്യൂ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടർ സ്കെച്ചിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നൊമിതേനെ മാച്ച് ബോക്സിനോട് കമ്പയർ ചെയ്യുന്നത്, അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യും. സെപ്പറേറ്റ് ആയിട്ട് ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും വേറെ ചെയ്യും. ഇത് സമ്മറി വീഡിയോ ആണ് കേട്ടോ. അടുത്തതാണ് ചാപ്റ്റർ 4 ഹൊറിഗല്ലു. ഇതൊരു അനക്ഡോട്ട് ആണ് ഹൊറിഗല്ലു എന്ന് പറയുന്നത് ബൈ സുധാമൂർത്തി. ഇതൊരു ഷോർട്ട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് എ റിയൽ ഇൻസിഡൻസ് ഓർ എ പേഴ്സൺ. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്ക് റിയൽ ലൈഫിൽ ഉണ്ടായ സംഭവങ്ങൾ. ഇവിടെ ഹൊറിഗല്ലു എന്ന് പറയുമ്പോൾ സ്റ്റോൺ ബെഞ്ച് വിച്ച് പീപ്പിൾ ക്യാൻ റെസ്റ്റ് ആൻഡ് റിഗെയിൻ ദെയർ എനർജി. അതായത് ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോൺ ബെഞ്ചിനെയാണ് നമ്മൾ ഹൊറിഗല്ലു എന്ന് വിളിക്കുക. സുധാമൂർത്തി സ്പീക്സ് ഓഫ് 2 ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ഗ്രാൻഡ് ഫാദർ ആൻഡ് ഹെർ കൊളീഗ് രത്ന. അതായത് ഗ്രാൻഡ് ഫാദർ ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. അത് സ്പെൻഡ് അവേഴ്സ് സിറ്റിംഗ് അണ്ടർ ആൻ ബനിയൻ ട്രീ ഇൻ എ വില്ലേജ്. ഗ്രാൻഡ് ഫാദർ ഗ്രാമത്തിലെ ഒരാൽമരത്തിൻ്റെ ചോട്ടിൽ മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കാറുണ്ട്. അവിടെ വില്ലേജേഴ്സ് ടോക്കിംഗ് അബൌട്ട് ദ ഡെയിലി ലൈവ്സ് ആൻഡ് വറീസ്. അപ്പോൾ ഒരാൾ അവിടെ കേൾക്കാനിരിക്കുകയാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ. ഹി റിഫ്രഷ് ദ ട്രാവലർ ജസ്റ്റ് ബൈ ലിസണിങ് ടു ദം. ഓരോരുത്തരും ഇങ്ങനെ ക്ഷീണം കൊണ്ട് വന്നിരിക്കുമ്പോൾ അവൻ്റെ കഥകളൊക്കെ കേൾക്കുക. അതൊക്കെയാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ചെയ്യുന്നത്. രത്ന എന്ന് പറയുമ്പോൾ കൊളീഗാണ്, നമ്മുടെ റൈറ്റർ സുധാമൂർത്തിയുടെ കൊളീഗാണ്. ഷി വാസ് എ സീനിയർ ക്ലർക്ക് വർക്കിംഗ് ഇൻ ദ കമ്പനി നിയർലി 25 years ആയിട്ട് എസ് എ സീനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ്. വുമണാണ് കേട്ടോ, എഡ്യൂക്കേറ്റഡ് വുമൺ ആണ്. ഷീ ലിസൺ ദ പ്രോബ്ലംസ് ഓഫ് ഹർ കൊളീഗ്സ് വിത്ത് സിമ്പതി വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്. അതായത് അവിടെയും കൊളീഗ്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരു ജഡ്ജ്മെന്റും കൂടാതെ സിമ്പതിയോട് കൂടെ തന്നെ കേട്ടിരിക്കുകയാണ് ചെയ്യുക. ലിസണിങ് ക്യാൻ സോൾവ് ദ പെയിൻസ് ഓഫ് മെനി ഇൻ ദ മോഡേൺ ഹെക്റ്റിക് വേൾഡ്. അതായത് ഒരു മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരാൾ കേൾക്കാനുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാവാം. അതാണ് ഇപ്പോൾ രണ്ടുപേരുടെ ചെയ്യുന്ന ഗ്രാൻഡ് ഫാദറും രത്നയും. അവർ സോഷ്യൽ സർവീസ് ആണ്, അവർ ടൈം പോലും വേസ്റ്റ് ചെയ്തിട്ടാണ് മറ്റുള്ളവരുടെ കഥ കേൾക്കുന്നത് അല്ലേ. ബോത്ത് ഓഫ് ദം കെപ്റ്റ് ദ വേർഡ്സ് ഓഫ് സ്പീക്കർ സീക്രട്ട്. ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ആർ ഹ്യൂമൻ ഹൊറിഗല്ലൂസ്. നമുക്ക് ഇതും കമ്പയർ ചെയ്യാൻ വരും. അതായത് ഹ്യൂമൻ ഹൊറിഗല്ലൂസ് ആണ്, അതായത് ഒരിക്കലും ജീവനുള്ള ഹൊറിഗല്ലൂസ് എന്ന് വേണമെങ്കിൽ നമുക്കൊരു ആശ്വാസമാണ് അല്ലേ. അപ്പോൾ ഹൊറിഗല്ലു എന്ന് പറഞ്ഞ സ്റ്റോൺ ബെഞ്ച് ആണ്. അപ്പോൾ ഹ്യൂമൻ ഹൊറിഗല്ലൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആശ്വാസമുള്ള 2 വ്യക്തികളാണ് ഗ്രാൻഡ് ഫാദറും രത്നയും. അപ്പോൾ ഈ 4 ചാപ്റ്ററാണ് ഫസ്റ്റ് യൂണിറ്റിൽ. നെക്സ്റ്റ് വൺ പോയാണ് മെൻറ്റിംഗ് വാൾ, ബ്യൂട്ടിഫുൾ പോയം ബൈ റോബർട്ട് ഫ്രോസ്റ്റ്, അമേരിക്കൻ പോയറ്റ്. ദ പോയം ഈസ് അബൌട്ട് ബ്രദർഹുഡ് ആൻഡ് ഹാർമണി. അതായത് ഹാർമണി, ഐക്യം, യൂണിറ്റി ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ദ പോയറ്റ് പ്രസൻറ്റ് ഹിസ് ഒപ്പീനിയൻ അബൌട്ട് ദ നീഡ് ഫോർ വാൾ. അതായത് ഇവിടെ മെയിനായിട്ട് വാളിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദർ ഇസ് എ വാൾ ബിറ്റ്വീൻ ദ പ്ലോട്ട്സ് ഓഫ് ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ. ഡ്യൂറിംഗ് ദ വിന്റർ ഗ്രൗണ്ട് അണ്ടർ ദ വാൾ എക്സ്പാൻഡ്, thus there shall be a wide gap. Rabbit hide in these gaps to escape from the dogs, but the hunters bring them out. This also widens the gap. The poet sees that he has no proof about how these gaps are made, but in spring he can see the gaps, so he say that there is something that does not love a wall. അതായത് പോയിറ്റിൻ്റെയും നെയ്ബറിൻ്റെയും വീടിനിടയിൽ ഒരു മതിലുണ്ട്. ആ മതിലുകൾ എന്താ പറയുക, ആ മതിൽ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് വിടവുകൾ വരും. നായകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവിടെ മുയലുകൾ വരാറുണ്ട്, വേട്ടക്കാർ വന്ന് പുറത്ത് കൊണ്ടുവരും. അപ്പോൾ വിടവുകൾ അതിൻ്റെ കൂടെ, ഒരു മതിലിൻ്റെ ആ വിടവുകൾ കൂടും. പിന്നീട് ആ വിടവുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള തെളിവൊന്നും പോയിട്ടിനില്ല. പക്ഷേ സ്പ്രിംഗ് സീസണിൽ വിടവുകൾ കാണാൻ സാധിക്കും. എന്തോ ഒരു ലവ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ മെൻറ്റിങ് ടൈമാണ് സ്പ്രിംഗ് സീസൺ. സ്പ്രിംഗ് സീസണിൽ ഈ വാള് മെൻറ്റ് ചെയ്യലാണ് അവരുടെ ജോലി. ദ പോയിറ്റ് നെയ്ബർ ലൈവ്സ് ബിയോണ്ട് ദ ഹിൽ. അതായത് എന്താ പറയുക, ഹി കോൾസ് എ നെയ്ബർ ടു മെൻഡ് ദ വാൾ. അതായത് അയൽവാസിനെ വിളിച്ച് ഈ മെൻറ്റ് ചെയ്യാനായിട്ട് വിളിക്കും. ദേ കീപ് ദ ഫോളൻ സ്റ്റോക്ക് ആൻഡ് ബാക്ക്. ഹി ഹാസ് എൻ ആപ്പിൾ ഗാർഡൻ ആൻഡ് ഹിസ് നെയ്ബർ ഹാസ് എ പൈൻ ഗാർഡൻ. അതായത് നമ്മുടെ കവിക്ക് ഒരു ആപ്പിൾ തോട്ടമുണ്ട്, നെയ്ബറിനൊരു പൈൻ
നെട്ടോട്ടമുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ആ മതിലിൻ്റെ ആവശ്യമില്ല എന്നാണ് പോയിറ്റ് പറയുന്നത്. പക്ഷേ ദ നെയ്ബർ സേസ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നത് നല്ല മതിലുകൾ അല്ലെങ്കിൽ വേലികൾ എന്നാണ് പറയുന്നത്. ദ പോയിറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ആർ നോ കൗസ്, there is no need of wall. His neighbor wants to make a wall. The poet compares his neighbor to an old stone age man. His neighbor always repeats his father saying, അതായത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അതായത് നെയ്ബർ പറയുന്നത് പിതാവിൻ്റെ വാക്കുകളാണ്. അതായത് പോയിറ്റ് പറയുന്നത് അവിടെ പശുക്കളൊന്നുമില്ല, ഇപ്പോൾ 2 തോട്ടങ്ങളും വന്ന് നശിപ്പിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഇല്ല, പിന്നെ എന്തിനാണ് അവിടെ ഒരു മതിലിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ നെയ്ബർ പറയുന്നത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അതായത് നല്ല വേലികളാണ് നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നത്. അതിനെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഈ റിവ്യൂ ഒന്ന് പഠിച്ചു വയ്ക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് എമിഗോ ബ്രദേഴ്സ്, ബ്യൂട്ടിഫുൾ ഷോർട്ട് സ്റ്റോറി ബൈ പെറി തോമസ്, an American writer. The story about friendship. Amigo means friends in Spanish language. Antonio Cruz and Felix Vegas were 17 years old. They were thick friends. They knew each other since childhood. They grow together, play together, work together. അതായത് 2 ഫ്രണ്ട്സിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. ഒരുമിച്ച് കളിച്ച്, ഒരുമിച്ച് വളർന്ന്, ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരേ ഒറ്റ സുഹൃത്തുക്കളായിരുന്നു. ആൻറ്റോണിയോ വാസ് ഫെയർ ആൻഡ് ലീൻ, ഫെലിക്സ് വാസ് ഡാർക്ക് ആൻഡ് ഷോർട്ട്. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. ദർ ക്യാരക്ടർ വാസ് സിമിലർ, ക്യാരക്ടർ സിമിലർ ആണ്. ബോത്ത് ഓഫ് ദം ഹാഡ് ദ സെയിം ഡ്രീം, അവർക്ക് സെയിം ഡ്രീം എൻ്റെ ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് they want to become world light weight champion, അതായത് ലോക വെയ്റ്റ് ചാമ്പ്യൻ ആവാനായിരുന്നു അവരുടെ ആഗ്രഹം. They work hard to achieve this dream. They work out of early morning. They are positive in character. They eat, sleep, chat, dream positively. They had to fight each other in the divisional final. അങ്ങനെ അവരെ ഒരുമിച്ച് കളിച്ച്, ഒരുമിച്ച് വ്യായാമം ചെയ്ത്, ഭക്ഷണം കഴിച്ച് അവർ ഈ ഒരു ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ കഴിഞ്ഞ് ഫൈനലിൽ ഇവർ 2 പേരാണ് ലാസ്റ്റ് മത്സരിക്കാനായിട്ട് വന്നത്. Only the winner can represent the boys club. They want to win the championship. They want to do this without giving pains to each other. 2 പേർക്കും ജയിക്കണം, പക്ഷെ 2-ൽ ഒരാളെ ജയിക്കുള്ളൂ എന്ന് അവർക്കറിയാം. പക്ഷെ ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ല. ബട്ട് ദേ ബിഹേവ് ലൈക്ക് ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് ഇൻ ദ റിംഗ്. പക്ഷെ റിങ്ങിൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് തന്നെയാണ് കളിച്ചത്. ഈവൻ ദ ക്രൗഡ് വാസ് ഷോക്ക് ടു സീ ദെയർ ഫൈറ്റ്. ക്രൗഡ് പോലും അവർ ഫൈറ്റ് കണ്ടിട്ട് ഷോക്കായി. ഫൈനലി ദേ ഹഗ്ഗഡ് ഈച്ച് അതർ. ദേ വെന്റ് ഔട്ട്. ദേ ഡിഡ്ന്റ് വെയിറ്റ് ടു ഹിയർ ദ റിസൾട്ട്. അവസാനം അവർക്ക് വിട്ടുകൊടുക്കാനായിട്ട് 2 പേരും ഒരേ മൈൻഡായി. ആരാണ് ജയിക്കുന്നതെന്ന് പോലും കേൾക്കാതെ അവർ കളി അവസാനിപ്പിച്ച് ഹഗ് ചെയ്തിട്ട് പുറത്തേക്ക് വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജയിച്ചത് ആരാണ്? ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ വിന്നർ എന്നാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് പറയാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ക്യാരക്ടർ സ്കെച്ചോ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് ആവാം, ക്യാരക്ടർ സ്കെച്ച് ആവാം, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നിങ്ങളോട് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി അവിടെ എഴുതാം. അങ്ങനെ പലതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു റിവ്യൂ പഠിക്കാം. നെക്സ്റ്റ് ആണ് അവർ ഓഫ് ട്രൂത്ത്. അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞൊരു 1 ആക്ട് പ്ലേ ആണ്. അവിടെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. മെയിൻ ക്യാരക്ടർ റോബർട്ട് ബാൾവിൻ ആണ്, എ പോസിറ്റീവ് ക്യാരക്ടറാണ്. ദ അതർ ക്യാരക്ടേഴ്സ് ആർ മാർത്ത, ജോൺ, എ.വി. ഗ്രേഷ്യം. റോബർട്ട് ബാൾവിൻ ഈസ് എ ഗുഡ് ക്യാരക്ടറാണ്, ഹോണസ്റ്റ് ആണ്, ബോൾഡ് ആണ്. അതർ നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് ജോൺ ഗ്രേഷ്യം, ദ പ്രസിഡന്റ് ഓഫ് ദി ബാങ്ക്, വാസ് അറസ്റ്റഡ് ഫോർ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്. റോബർട്ട് ബാൾവിൻ ഈസ് ഹിസ് സെക്രട്ടറി. ജോൺ ഗ്രേഷ്യം ഓഫേർഡ് ഹിം $100,000 ഫോർ ടെല്ലിംഗ് ലൈസ് ഇൻ ദ കോർട്ട്. അതായത് ഇവിടെ ജോൺ ഗ്രേഷ്യം എന്ന് പറഞ്ഞത് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് റോബർട്ട് ബാൾവിൻ. പക്ഷേ ബാങ്കിലത്തെ പ്രസിഡൻറ്റ് ഫണ്ട് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റഡ് ആയി. അപ്പോൾ അത് കണ്ടുള്ളൊരു വിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മൾ റോബർട്ടാണ്. അപ്പോൾ റോബർട്ടിനോട് ബ്രൈബ് ഓഫർ ചെയ്യാണ്. $100,000 $1,00,000 വാഗ്ദാനം ചെയ്തു. പക്ഷേ ഹി ഡിഡ്ന്റ് ആക്സെപ്റ്റ് ദ ബ്രൈബ് ഓഫേർഡ് ബൈ ഗ്രേഷ്യം. ഹിസ് ഫാമിലി പെർഷ്വേഡഡ് ഹിം ടു ആക്സെപ്റ്റ് ദ ബ്രൈബ് മണി. അതായത് ആ കൈക്കൂലി മണി ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഫാമിലി കംപ്ലീറ്റ് പറഞ്ഞു. കാരണം റോബർട്ട് ബാൾവിൻ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഇൻകം ഏർണിംഗ് ആണ്, അത്യാവശ്യം ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം വാങ്ങിയില്ല. ഹി സ്റ്റുഡ് ഫോർ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. ഹി വാസ് റെഡി ഈവൻ ടു സ്പീക്ക് അഗെയിൻസ്റ്റ് ഗ്രേഷ്യം അറ്റ് ദി കോർട്ട്. ഹി നെവർ സപ്പോർട്ടഡ് ഗ്രേഷ്യം ഇൻ ദ ബാങ്ക്റപ്റ്റ് കേസ്. അറ്റ് ലാസ്റ്റ് ഹി ഗോട്ട് എ ഗുഡ് ജോബ് ഓഫർ ഫ്രം മാർഷൽ, ദ പ്രസിഡന്റ് ഓഫ് തേർഡ് നാഷണൽ ബാങ്ക്. ഇറ്റ് വാസ് എ റിവാർഡ് ഫോർ ഹിസ് ഓണസ്റ്റ് ക്യാരക്ടർ. അതായത് ലാസ്റ്റിൽ കോർട്ടിൽ പോയിട്ട് വിറ്റ്നസ് പറയുന്നതാണ്. അങ്ങനെ ഗ്രേഷ്യമിനെ അറസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ റോബർട്ട് ബാൾവിനിൽ ജോലിയൊക്കെ നഷ്ടപ്പെടുകയാണ്. ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഹോണസ്റ്റിക്ക് ഒരു പ്രതിഫലം, ഒരു റിവാർഡ് എന്നുള്ള രീതിയിൽ വേറൊരു നല്ലൊരു ജോബ് അദ്ദേഹത്തിന് കിട്ടാം. ഇതാണ് സ്റ്റോറി, ഈ 1 ആക്ട് പ്ലേയുടെ. നമുക്ക് ക്യാരക്ടർ സ്കെച്ചോ അല്ലെങ്കിൽ ഇവിടെയും കമ്പയർ കോൺട്രാക്സ്റ്റോ ഒക്കെയാണ് നമുക്കിവിടെ വരാം. ഓക്കെ, അത് പഠിക്കാം. നെക്സ്റ്റ് ആണ് 3 Wheeled Revolution, an interview with Irfan Alam, an innovative social entrepreneur from Bihar. Here we can learn how
ഹി ബിക്കം എ ഷെൽട്ടർ ടു ദ പുവർ റിക്ഷ പുള്ളേഴ്സ് ഇൻ ഇന്ത്യ. അതായത് ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഒരു സോഷ്യൽ എൻ്റർപ്രണർ, യൂത്ത് ഐക്കൺ ഓഫ് ഇന്ത്യ ആയിരുന്ന ഇർഫാൻ ആലത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇർഫാൻ ആലം എന്ന് പറയുമ്പോൾ പാവപ്പെട്ട റിക്ഷാവാല ആൾക്കാരുണ്ടാവും ഇന്ത്യയിൽ, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അഭയകേന്ദ്രം എന്നാണ് പറയുന്നത്. ഹി ഈസ് വെരി സിമ്പിൾ വിത്ത് ബിഗ് ഡ്രീംസ്, സ്റ്റാർട്ടഡ് എ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് വെൻ as 13. He won the famous reality show Business Bazigar. He founded the Samman Foundation to uplift ദ റിക്ഷോ സെക്ടേഴ്സ്. അതായത് 13 വയസ്സുള്ളപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ബിസിനസ് ബാസിഗർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ വിന്നറായിരുന്നു. സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. ദ ലൈഫ് ഓഫ് റിക്ഷോ പുള്ളേഴ്സിൻ്റെ പത്തറ്റിക് അവസ്ഥകൾ കണ്ടിട്ട് അതിൽ സ്വന്തമായിട്ട് അവർക്കില്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത് ട്രെയിനിങ് ഒക്കെ കൊടുത്തു. അങ്ങനെ യാത്രക്കാർക്ക് നല്ല രീതിയിൽ റിക്ഷകൾ അദ്ദേഹം എന്ത് ചെയ്തു കൊടുത്തു, റീഡിസൈൻ ചെയ്തു കൊടുത്തു. അപ്പോൾ റീഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ന്യൂസ് പേപ്പർ, വാട്ടർ ബോട്ടിൽ, മൊബൈൽ കാർഡ്സ് ഒക്കെ അവർക്ക് വെച്ചിട്ട് അതും വിറ്റിട്ട് അവർക്ക് വേറൊരു വരുമാന മാർഗ്ഗം ആക്കാമല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാവപ്പെട്ട റിക്ഷ പുള്ളേഴ്സിന് വേണ്ടിയിട്ട് ചെയ്ത ആളായിരുന്നു ഇർഫാൻ ആലം. ഒരുപാട് റിക്ഷ പുള്ളേഴ്സിന് ലോൺ കൊടുക്കുക, പ്രൊവൈഡ് ID കാർഡ് കൊടുക്കുക, അതുപോലെ തന്നെ യൂണിഫോം കൊടുക്കുക, ഫ്രീ ക്ലാസ്സസ് കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇർഫാൻ ഹോപ്സ് ദാറ്റ് റിക്ഷോസ് ആർ ദ വെഹിക്കിൾസ് ഓഫ് ദ ഫ്യൂച്ചർ ബിക്കോസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. അദ്ദേഹം നോക്കുമ്പോൾ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് റിക്ഷ പുള്ള എന്ന് പറയുമ്പോൾ. ഈ അഡ്വൈസ് ദ സ്റ്റുഡൻറ്റ് ടു ടേക്ക് അപ്പ് എൻ്റർപ്രണർഷിപ്പ് ആസ് എ കരിയർ സോ ദാറ്റ് ഇറ്റ് വുഡ് റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ അവർ കൺട്രി. അതായത് അപ്പോൾ ഒരു യൂത്ത് ഐക്കൺ എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, സ്റ്റുഡൻസ് എല്ലാവരും എൻ്റർപ്രണർ ആവാനാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രിയിൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം ഒരു വെൽ നോൺ പേഴ്സൺ ആയിരുന്നു ഇർഫാൻ ആലം. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നിന്നുള്ള നമുക്ക് വരിക അദ്ദേഹത്തിനെ കുറിച്ച് ചിലപ്പോൾ വലിയൊരു പ്രൊഫൈലായിരിക്കാം. നല്ല രീതിയിൽ എഴുതാൻ പഠിക്കണം, പിന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് പഠിക്കണം. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും വല്ല സ്പീച്ച് ഇൻട്രൊഡ്യൂസിങ് ഹിം, അതായത് ഹെറല്ല, അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാനൊക്കെ ഈ ഒരു സെൻറ്റൻസുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ദെൻ ഇതേപോലെ തന്നെയുള്ള വേറൊരു വ്യക്തിയാണ് ദിതി, ഷഹീൻ മിസ്ട്രിയുടെ ഒരു സ്റ്റോറിയാണ് അടുത്തത്, ദിതി എന്ന് പറഞ്ഞ ഒരു സംഭവം. ഇവിടെ എഡ്യൂക്കേറ്റഡ് സ്ലം ചിൽഡ്രൻ ഓഫ് ഇന്ത്യ, ഷഹീൻ മിസ്ട്രി എഡ്യൂക്കേഷൻ നൽകുകയാണ് ചെയ്തത്. അതായത് വളരെ ചേരിയിലുള്ള കുട്ടികളെ പഠിപ്പിക്കുക. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ഷീ ഡയർ ടു പേഷ്യൂ ഹെർ ഡ്രീം. ഷഹീൻ മിസ്ട്രി ഈസ് എൻ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. ഈസ് എ ഫൗണ്ടർ ഓഫ് ആകാംക്ഷ ഫൗണ്ടേഷൻ. നമുക്ക് അവിടെ ഇർഫാൻ ആലം സമ്മാൻ ഫൗണ്ടേഷൻ ആണെങ്കിൽ ഇത് ആകാംക്ഷ ഫൗണ്ടേഷനാണ്. സോഷ്യൽ എൻ്റർപ്രണർ ആണ്. വെൽത്തി ഫാമിലിയിൽ ജനിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ നടക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അദ്ദേഹം. ദെൻ ഓർഫനേജിലൊക്കെ വെക്കേഷനായ ഓർഫനേജിൽ പോവുക, അതുപോലെ ഇനീക്വാളിറ്റി കണ്ടപ്പോൾ മറ്റുള്ള ഇന്ത്യൻ പുവർ ചിൽഡ്രൻസിന് വേണ്ടി വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ സെർച്ചിങ് ഫോർ ഐഡൻറ്റിറ്റി. ദെൻ ഡിസൈഡഡ് ടു ടീച്ച് ദ സ്ലം ചിൽഡ്രൻ ഇൻ മുംബൈ, ലോഞ്ച് ആകാംക്ഷ ഫൗണ്ടേഷൻ. മെനി ഡിഫിക്കൽട്ടീസ് എല്ലാം അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്, ഷഹീൻ മിസ്ട്രി ഫേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യൂ പീപ്പിൾ കം ഫോർവേഡ് ടു ഹെൽപ്പ് ഹർ, സപ്പോർട്ട് ഹർ. വിത്ത് എ ഫ്യൂ ഇയേഴ്സ് ആകാംക്ഷ ഹാഡ് 58 സെൻറ്റേഴ്സ്, 6 സ്കൂൾ, ഓവർ 500 ചിൽഡ്രൻസ്. പിന്നീട് ഒരുപാട് സ്ട്രഗിൾസിന് ശേഷമാണ് ഇപ്പോൾ ആകാംക്ഷ ഫൗണ്ടേഷൻ 58 സെൻറ്ററുകളായിട്ട് 6 സ്കൂളുകളും അതുപോലെ തന്നെ 3 ചിൽഡ്രൻസ് ആയിട്ട് കഴിയുന്നത്. അവിടെ ഇംഗ്ലീഷ്, മാത്സ്, വാല്യൂസ്, കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ഒക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ ആ കുട്ടികൾ ഷഹീൻ മിസ്ട്രിനെ വിളിച്ച പേരായിരുന്നു ദീദി എന്ന് പറയുന്നത്. ഷഹീൻ ഫൗണ്ട് ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് വെരി ബുക്കിഷ് കമ്പയർ ടു US. അതായത് ഇന്ത്യൻ സമ്പ്രദായം വളരെ പുസ്തകാത്മകമാണെന്നാണ്, ബുക്കിഷ് എന്നാണ് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന്. ഒരുപാട് ഔട്ട്സൈഡ് ക്ലാസ് റൂമിനെയാണ് കൂടുതലും ഷഹീൻ മിസ്ട്രി ഇഷ്ടപ്പെട്ടിരുന്നത്. ഇതും നമുക്ക് ഇർഫാൻ ആലത്തെ പോലെ തന്നെ ക്വസ്റ്റ്യൻ നമുക്ക് വരാം കേട്ടോ. നെക്സ്റ്റ് ആണ് സ്റ്റാമർ, ദ പോയം റിട്ടൺ ബൈ സച്ചിദാനന്ദൻ. ഇൻപെർഫെക്ഷൻസ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. അതിൽ മെയിനായിട്ട് പറയുന്നത് സ്പീച്ച്, നമ്മളെ വിക്ക് എന്നൊക്കെ പറയും, വേ ഓഫ് സ്പീച്ചാണ് സ്റ്റാമർ എന്നാണ് പറയുന്നത്. ഹി കമ്പയർ സ്റ്റാമർ ഇൻ സ്പീച്ച് ടു ലെയിംലിനെസ് ഇൻ ആക്ഷൻ. അതായത് സംസാരത്തിലെ വിക്കിനെ മുടന്തിനോടാണ് താരതമ്യം ചെയ്യുന്നത്. ഒരു ഗ്യാപ്പിനും സൈലൻസിനും ഇടയിലുള്ള ഒരു നിശബ്ദതയാണ്. സ്റ്റാമർ കെയിം വിത്ത് ദ ഒറിജിൻ ഓഫ് മാൻ ബിഫോർ ലാംഗ്വേജ്. ലാംഗ്വേജിന് മുന്നേ തന്നെ വിക്ക് വന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ, ഡിഫറെൻറ്റ് മീനിങ്സ് ടു വേർഡ്സ്,
സാക്രിഫൈസ് ദ ഗോഡ് ടു ദ മീനിങ്, അതായത് ദൈവത്തിനോടുള്ള ഒരു സാക്രിഫൈസ് ആണ്. ഓൾ ദ പീപ്പിൾ ആർ ഇൻപെർഫെക്റ്റ്, സ്റ്റാമ ബിക്കം ദെയർ മദർ ടങ് ആൻഡ് ദ സിറ്റുവേഷൻ ഇസ് നൗ വി ആർ ഓൾ എഫക്റ്റഡ് വിത്ത് സ്റ്റാമ, നമ്മളെല്ലാം വിക്കിനാൽ എഫക്റ്റഡ് ആണെന്ന് പറയുന്നത്. വി ഡു നോട്ട് റിയാക്ട് ആസ് എ റെസ്പോണ്ട് ടു ദ ബേണിംഗ് സോഷ്യൽ പ്രോബ്ലംസ്. സൊസൈറ്റിയിൽ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും എന്താണ്, സ്റ്റാമർ ആണെന്ന് പറയുന്നത്. ഗോഡ് ക്രിയേറ്റഡ് മാൻ വിത്ത് imperfections. God might have stammered when he created man. That's why often man says one thing and he doesn't another thing. അപ്പോൾ ഒരു സ്റ്റാമർ ഇൻപെർഫെക്ഷൻ ആണ്, ഗോഡിനോടുള്ള സാക്രിഫൈസ് ആണ്, ലാംഗ്വേജിന് മുന്നേ വന്നിട്ടുള്ളതാണ്. എല്ലാവരും റിയാക്ട് ചെയ്യാതിരിക്കുമ്പോൾ, സോഷ്യൽ ഇഷ്യൂസിനോട് റിയാക്ട് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളെല്ലാം സ്റ്റാമർ ഉള്ളവരാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പോയത്തിൻ്റെ ഒരുപാട് എന്താ പറയുക, ഡിഫറെൻറ്റ് മീനിങ്സ് കൊടുക്കുന്നത് കൊണ്ട് ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. നെക്സ്റ്റ് ആണ് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. ഇത് ഒരു സ്പീച്ച് ഡെലിവേർഡ് ബൈ വാങ്കരി മതായ് ഡ്യൂറിങ് നോബൽ പ്രൈസ് ആക്സെപ്റ്റൻസ്. ഇത് അമേരിക്കൻ ഫസ്റ്റ് വുമൺ ഹു റിസീവ് നോബൽ പ്രൈസ് ഇൻ ദി കാറ്റഗറി ഓഫ് പീസ്. സമാധാനത്തിൻ്റെ പേരിൽ ആദ്യം നോബൽ സമ്മാനം ലഭിച്ച ഒരു ആഫ്രിക്കൻ വനിതയാണ് വാങ്കരി മാതായ്. ത്രൂ ഹിസ് സ്പീച്ച് വാങ്കരി മാതാസ് എക്സ്പ്ലിക്കേറ്റ് ദ റോൾ ഓഫ് വുമൺ ഇൻ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ. ഇവിടെ മെയിനായിട്ട് പറയുന്നത് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വുമൻസിൻ്റെ റോൾ എങ്ങനെയാണെന്നാണ് ഈ പറയുന്നത്. ഷി പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് റിപ്ലേസ്മെന്റ് ഓഫ് ഫോറസ്റ്റ്, കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ. ദ സ്പീച്ച് എലാബറേറ്റ് ദ റോൾ ഓഫ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഇൻ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ. ദ എൻവയോൺമെന്റ് ഡിഗ്രഡേഷൻ ഓൾസോ ഡിഗ്രേഡ് ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ്. അണ്ടർ ദ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് അറൌണ്ട് 30 million trees were planted. ഇവിടെ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് കൊണ്ടുവന്നത് വാങ്കരി മെത്തയാണ്. ആ ഒരു മൂവ്മെന്റ് പ്രകാരം അവർ 30 മില്യൺ മരങ്ങളാണ് പ്ലാന്റ് ചെയ്തത്. അതുപോലെ തന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനും ലാൻഡ് ഡിഗ്രഡേഷനും ഒക്കെ എഫക്റ്റ് ആണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രീ ബിക്കം എ സിമ്പിൾ ഓഫ് ഡെമോക്രാറ്റിക് സ്ട്രഗിൾ ഇൻ കെന്യ. കെന്യയിലെ ട്രീനെ അവർ ഡെമോക്രാറ്റിക് സിമ്പിളാക്കി തന്നെ മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ട്രീസ് ഓൾസോ ബിക്കം പീസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. സമാധാനത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് ട്രീസിനെ പറയാം. ഷി റിക്വസ്റ്റ് ദ വേൾഡ് ലീഡർ ടു എക്സ്പാൻഡ് ഡെമോക്രാറ്റിക് സ്പേസസ് ബിൽഡിംഗ് ദ ഗുഡ് സൊസൈറ്റി. അതായത് സമൂഹം കെട്ടിപ്പിടിക്കുന്നതിന് ഒരുപാട് ലോക നേതാക്കളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഷി റിക്കളക്ട് ദ വേൾഡ് പ്യുവർ വാട്ടർ ആൻഡ് സ്പീഷീസ്. കൂടുതലും എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടാണ് ആ വാങ്കരി മതായ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് റൈസ് ആണ് പോയം റിട്ടൺ ബൈ ചെമ്മനം ചാക്കോ. സെറ്റയർ ആണ്. സെറ്റയർ എന്ന് വെച്ചാൽ ആക്ഷേപഹാസ്യമാണ് പറയുന്നത്. ഇവിടെ എക്സ്പെക്ടേഷനും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ദ പോയിറ്റ് കം ഹോം ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് 4 years ഓൺ കംപ്ലീഷൻ ഓഫ് സക്സസ്ഫുൾ റിസർച്ച് ഇൻ ടു നോർത്ത്. അതായത് പോയിറ്റ് തിരിച്ചു വരികയാണ് 4 വർഷത്തെ കംപ്ലീഷൻ ഓഫ് കോഴ്സ്. ഹി ഈസ് വെരി ഈഗർ ടു ഹാവ് എ മീൽ ഓഫ് അത്തിക്കിര റൈസ്. ഹി എക്സ്പെക്ട് ടു സീ ഹിസ് ഫാദർ ആൻഡ് ബ്രദർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ് യൂഷ്വൽ, ബട്ട് വെൻ ഹി റീച്ചസ് ഹോം ദ പിക്ചർ ഹാഡ് ടോട്ടലി ബീൻ ചേഞ്ച്. അതായത് ഈ 4 വർഷത്തിന് ശേഷം പോയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികിര റൈസ് ഉണ്ട്, അതായത് അരിയുടെ പേരാണ്. ആ ചോറ് കഴിക്കാൻ വളരെ ഉത്സാഹത്തോടെയാണ് വന്നത്. മാത്രമല്ല അദ്ദേഹം 4 വർഷം മുന്നേ പോകുമ്പോൾ വയലിലൊക്കെ നല്ല കൃഷി ചെയ്യുന്ന അച്ഛനെയും ബ്രദറിനെയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ടോട്ടലി ഡിഫറെൻറ്റഡ് ആണ്. വന്നപ്പോൾ റബ്ബർ പ്ലാന്റ്സും അരക്കനട്ട് പാംസൊക്കെയാണ് കണ്ടത്. അതായത് കവുങ്ങുകളും അതുപോലെ റബ്ബർ പ്ലാന്റുകളൊക്കെയാണ് കണ്ടത്. ദെൻ ഹിസ് ഫാദർ പ്രൗഡ്ലി സീസ് ദാറ്റ് ഹി ഹാസ് സ്റ്റോപ്പ്ഡ് റൈസ് കൾട്ടിവേഷൻ ഷിഫ്റ്റഡ് റബ്ബർ ഫാമിംഗ്. അച്ഛൻ പറയാണ് നെൽകൃഷി ഞാൻ നിർത്തിയിട്ട് റബ്ബർ ഫാമിംഗ് തുടങ്ങിയെന്ന് അഭിമാനത്തോടെ പറയുന്നു. ഇറ്റ് ഈസ് മോർ പ്രോഫിറ്റബിൾ ആൻഡ് കൺവീനിയൻറ്റ്. ഹി സീസ് യങ്ങർ ബ്രദർ ക്യാരിങ് എ ബാഗ് ഓഫ് വീറ്റ് ഫ്രം ദ റേഷൻ ഷോപ്പ്. റേഷൻ കടയിൽ നിന്ന് ഒരു ഗോതമ്പ് വാങ്ങിച്ചു വരുന്ന ബ്രദറിന്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ വേറെ ആൾക്കാരോട് ഡിപ്പെൻഡ് ചെയ്യുകയാണ് അല്ലേ. മാത്രമല്ല ഒരു ന്യൂസും കാണുന്നുണ്ട് അദ്ദേഹം. ഹി വാച്ചസ് ദ ചീഫ് മിനിസ്റ്റർ ഹെഡിങ് ടുവേർഡ്സ് നോർത്ത് ഇൻ എയ്റോപ്ലെയിൻ ടു ഡിമാൻഡ് മോർ റൈസ് ഫ്രം ദി സെൻറ്റർ. അതായത് ഒരുപാട് അരി മറ്റുള്ളവരിൽ നിന്ന് ഡിമാൻഡ് ചെയ്യാനായിട്ട് പോകുന്ന ചീഫ് മിനിസ്റ്ററെയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ദ പോയിറ്റ് sarcastically asked himself whether he too would get some husk from the center to make toys. കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് ഉമി ലഭിക്കുമോ എന്ന് അവസാനം ചോദിക്കുന്നുണ്ട്. ദ പോയം ഈസ് ഫുൾ ഓഫ് സ്കോൺസ് ആൻഡ് സർക്കസം. അതായത് പരിഹാസം നിറഞ്ഞതാണ്. എല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിട്ടും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അതാണ് ഇതിൻ്റെ മീനിങ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അരിയും കൃഷിയൊക്കെ ഉണ്ടാക്കാം, പക്ഷെ അതൊക്കെ വേണ്ട വെച്ചിട്ട് പ്രോഫിറ്റബിലിറ്റി മാറുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പുറത്തുനിന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഇതാണ് ആ ഒരു പോയം. അത് ഇങ്ങനെ തന്നെ പഠിക്കാം. ദെൻ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ഒരു എസ്സേ ആണ്. ഹാർഡിൻ ബി ജോൺസ് ആണ്. അതായത് ഇവിടെ കൂടുതലും പറയുന്നത് ഡ്രഗ്സുകളുടെ അമിതമായ യൂസ്, അതായത്
മെഡിസിൻസ് ആണ് കൂടുതൽ. പില്ലെടുക്കുന്നവർക്കുള്ള പ്രശ്നം എന്തൊക്കെയാണ്? അതായത് ഡ്രഗ് അബ്യൂസ് റിസൾട്ട് ഓൾസോ ഇൻക്രീസ്ഡ്. മെഡിസിൻ ആൻഡ് സെൻഷ്വൽ ഡ്രഗ്സ് ആർ ടു ഡിഫറൻസ്. രണ്ട് തരം എന്താ പറയുക ഡ്രഗ്സുകളുണ്ട്. അതെല്ലാം അവർ ബോഡിക്ക് ആവശ്യമുള്ളതല്ല. ദ ജസ്റ്റ് ഗീവ് എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലേഷർ ടു ദ യൂസർ ഓഫ് സ്റ്റിമുലേറ്റിംഗ് ബ്രെയിൻസ് പ്ലേഷേഴ്സ്. അതായത് നമ്മുടെ എന്താ പറയുക മസ്തിഷ്കത്തിന് ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന മരുന്നുകളാണ് അതൊക്കെ. ദ കണ്ടിന്യൂസ് യൂസ് ഓഫ് ഡ്രഗ്സ് വിൽ വീക്കൻ ദ ബ്രെയിൻസ് പ്ലേഷർ മെക്കാനിസം ആൻഡ് യൂസർ വിൽ ഗെറ്റ് ലെസ് സാറ്റിസ്ഫാക്ഷൻ. മെല്ലെ മെല്ലെ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കംപ്ലീറ്റ് എന്താ പറയുക സാറ്റിസ്ഫാക്ഷനെയും അത് പ്രശ്നമാക്കുന്നുണ്ട്. ദ ഡ്രഗ് അഡിക്റ്റ് വിൽ ഫീൽ മെനി ഫിസിക്കൽ ഡിസ്കംഫർട്ട് പേഴ്സണാലിറ്റി ചേഞ്ചസ്. നമുക്ക് ഫിസിക്കൽ ഡിസ്കംഫർട്ടും പേഴ്സണാലിറ്റി ചേഞ്ചസും വരുന്നുണ്ട്. ഹീ ഫീൽ ഡെഡ് ഇൻസൈഡ്. നമ്മൾ ഉള്ളിൽ തന്നെ മരിച്ചതായിട്ട് ഫീൽ ചെയ്യും. ദർ ആർ മെനി ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ് ലൈക്ക് ലിവർ ഡിസീസ്, വെനറൽ ഡിസീസ്, ഇൻഫെക്ഷൻ ഓഫ് കിഡ്നി, ബ്രെയിൻ, ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, മൾന്യൂട്രീഷൻ, വെയിറ്റ് ലോസ്. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്ന പറയുന്നത്. തലച്ചോറിലും അണുബാധ, ക്ഷയം, പോഷകാഹാരക്കുറവ്. ഡാമേജ് ദ ബ്രെയിൻ ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് എഫക്ട്. അതായത് നമുക്ക് നമ്മുടെ ബ്രെയിനിന് ഡാമേജ് ആവുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബാക്കിയുള്ള അവയവങ്ങളെക്കാൾ ബ്രെയിൻ ഡാമേജ് ആവും. അപ്പോൾ ആ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ട് പഠിക്കുക. നെക്സ്റ്റ് ആണ് ദ 14th ചാപ്റ്റർ. ഒരു 1 act പ്ലേ ആണ്, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഇവിടെ ദ ആക്ഷൻ ഓഫ് പ്ലേ ടേക്സ് പ്ലേസ് ഇൻ പോസ്റ്റ് ഓഫീസ്. ദിസ് പ്ലേ സെൻറ്റേഴ്സ് ഓൺ എ ക്രിസ്മസ് പാർസൽ വിച്ച് ഈസ് മിസ്റ്റേക്കൻ ഫോർ എ ടൈം ബോംബ്. അതായത് ക്രിസ്മസിന് ഒരു പാഴ്സൽ വരികയാണ് പോസ്റ്റ് ഓഫീസിൽ, അത് ടൈം ബോംബായിട്ട് തെറ്റിദ്ധരിക്കുകയാണ്. എ ഫോറിൻ ടൂറിസ്റ്റ് കം ടു ദ പോസ്റ്റ് ഓഫീസ് ടു സെൻഡ് എ പാഴ്സൽ ടു ഫൈൻഡ് ക്ലോക്ക്. അതായത് ഒരു ക്ലോക്ക് ആയിട്ടാണ് വരുന്നത്. പാഴ്സലിൽ നിന്ന് നമുക്ക് ഈ ടിക് ടിക് സൗണ്ട് ഉണ്ടാവുമല്ലോ ഫ്രം ദി പാഴ്സൽ. ദ ഫാമർ മിസ്സസ് ജോൺ ആൻഡ് മിസ്സസ് ഹിഗിങ്സ്. അതായത് കർഷകരെ ടൈം ബോംബാണ് തെറ്റിദ്ധരിക്കുകയാണ്. സൂൺ ദേ ഇൻഫോം ദ പോലീസ്. ദേ പുട്ട് ദ പാഴ്സൽ ഇൻ ടു ദ ബക്കറ്റ് ഓഫ് വാട്ടർ. അറ്റ് ദാറ്റ് ടൈം ദ ടൂറിസ്റ്റ് കംസ് എഗെയിൻ ടു ടേക്ക് ഹിസ് ഗ്ലൗസ് ദാറ്റ് ഹി ഹാഡ് ഫോർഗെറ്റ്. ആ സമയത്താണ് എന്താ പറയുക ടൂറിസ്റ്റ് തിരിച്ച് വന്നിട്ട് ഗ്ലൗസ് എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹി ടേക്സ് ദ വെറ്റ് പാഴ്സൽ ഔട്ട് ഓഫ് ദ ബക്കറ്റ് ആൻഡ് വാസ് എ ഫൈൻ ക്ലോക്ക്. പറയാണ് ഇത് ക്ലോക്ക് ആയിരുന്നു. ഇറ്റ്സ് കംപ്ലീറ്റ്ലി റൂയിൻ. അത് കംപ്ലീറ്റ്ലി നശിച്ചിരുന്നു. ദ അസിസ്റ്റൻറ്റ് ലീവ്സ് ദ ജോബ് ടു വർക്ക് അറ്റ് ദ ക്ലിനിക്ക്, എനിമൽ ക്ലിനിക്. അതായത് ക്ലിനിക്കിൽ അസിസ്റ്റൻറ്റ് ജോലി ഉപേക്ഷിക്കുകയാണ്. ഷീ തിങ്സ് ദാറ്റ് എനിമൽ വോണ്ട് ടു സച്ച് സില്ലി തിങ്സ്. അതായത് പറയുന്നത് മൃഗങ്ങൾ പോലും ഇത്ര ചെറിയ കാര്യങ്ങൾ ചെയ്യില്ല. ജസ്റ്റ് ഫോർ എ ബിറ്റ് ഓഫ് ഫണ്ണാണ് ഈ ഒരു സ്റ്റോറിയിലുള്ളത് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് അങ്ങനെ നല്ല വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ എക്സ്പെക്ട് ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾ ആ റിവ്യൂ പഠിച്ചോളൂ. ചിലപ്പോൾ വല്ല കോൺവെർസേഷനോ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ വല്ല ഡയറി പോലെയോ അല്ലെങ്കിൽ ആ ടൂറിസ്റ്റിൻ്റെ വല്ല എക്സ്പീരിയൻസോ എന്ത് വേണമെങ്കിലും വരാം. നെക്സ്റ്റ് ആണ് ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. അതായത് ഇത് നിങ്ങളെ അല്പം വേദനിപ്പിക്കും എന്നുള്ളൊരു പോയാണ്. ഓഗ്ഡനാഷിൻ്റെ തന്നെയാണ്. ഇതും ഇതേപോലെ ഒരു പോയിന്റ് ഡിസ്ക്രൈബ് ദ അൺപ്ലസന്റ് എക്സ്പീരിയൻസ് ഓഫ് എ മാൻ വിത്ത് എ ഡെന്റിസ്റ്റ്. ഒരു മനുഷ്യൻ്റെ ഒരു സുഖകരം എങ്ങനെയാണെന്നാണ് കറിയുടെ പറയുന്നത്. He says that dental torture are both physical and mental. One's lost one dignity while sitting in dentist's chair. The poet compared the mouth to the road that being repaired. The patient is fearful because the doctor does all his work with the help of a mirror. അതായത് പേഷ്യൻ്റ് ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗി ഭയക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രവൃത്തികളും കണ്ണയുടെ സഹായത്തോടാണ് ചെയ്യുന്നത്. ദ പോയിറ്റ് ഹാസ് ഡ്രോൺ കോമിക് പിക്ചേഴ്സ്. അതായത് ഒരു കോമിക് പിക്ചേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. റോഡുമായിട്ടാണ് ഒരു മൗത്തിനെ കമ്പയർ ചെയ്യുന്നത് ഡോക്ടർ. അതായത് കുറേ കുണ്ടും കുഴികളൊക്കെ ഇങ്ങനെ കല്ലും മണ്ണൊക്കെ ഇട്ട് നമ്മൾ തീർക്കുന്നത് പോലെയാണ് ഒരാളുടെ വായ വൃത്തിയാക്കുന്നതെന്നാണ് പറയുന്നത്. ഹി ഹാസ് എ ലോട്ട് ഓഫ് എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഹി ഹാസ് യൂസസ് സ്മൈൽസ്, മെറ്റഫേഴ്സ്, എക്സാജറേഷൻസ്. ഒരുപാട് കോമിക് ടേംസുകളൊക്കെ ഈ പോയത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ലാസ്റ്റ് ആണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന സെറ്റയർ ആണ് ഓവർ പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ദ സ്റ്റോറി ഡീൽ വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്. ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും എങ്ങനെ ഉണ്ടാവണം. ദ ടീച്ചർ ഗവ് ട്യൂഷൻ ടു ദ ബോയ്. അതായത് ടീച്ചർ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഹി വാസ് നോട്ട് റെഡി ടു സ്റ്റഡി. ഹി ട്രൈ ടു മേക്ക് ദ ടീച്ചർ ആംഗ്രി. ദ ടീച്ചർ സ്റ്റേപ്പഡ് ദ നോട്ടി ബോയ് വെൻ ഹി റിപ്പീറ്റഡ് റോങ് ആൻസർ. എപ്പോഴും ഇങ്ങനെ കുട്ടികൾ അങ്ങനെ ഇത് വരുമ്പോൾ ടീച്ചേഴ്സിന് ആംഗ്രി വന്നു ടീച്ചർ എന്ത് ചെയ്യും? സ്ലാപ്പ് ആൻഡ് നോട്ട് പോയി നമുക്ക് തെറ്റായി ഉത്തരം വരുമ്പോൾ ടീച്ചേഴ്സ് അടിക്കുമല്ലോ. The boy threatened the teacher that he would tell his parents about it and teacher he will have referred. അതായത് കുട്ടി അധ്യാപകനെ ഭീഷണിപ്പെടുത്താണ്. അതായത് മാതാപിതാക്കളോട് പറയുന്നുണ്ട് ടീച്ചേഴ്സിനെ മെൻ്റലി ടോർച്ചർ ചെയ്യുക. ദ ടീച്ചർ ട്രൈ ടു കൺസോൾ ദ ബോയ് ഔട്ട് ഓഫ് ദ ബോയ് ടു കേസ് ഓപ്പർച്യൂണിറ്റി ടു ബ്ലാക്ക് മെയിൽ ദ ടീച്ചേഴ്സ്. അതായത് ആശ്വസിപ്പിക്കുമെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഫെഡ് അപ്പ് ഹിസ് ബ്ലാക്ക് മെയിലിംഗ്. ദ ടീച്ചർ ഡിസൈഡ് ടു ടെൽ ദ ട്രൂത്ത് ഹിസ് പാരൻസ്. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ദ ടീച്ചർ ഫെൽ സിമ്പതി സപ്പോർട്ടഡ് ദ ബോയ് സെർവ്ഡ് ഹിം. അതായത് ലാസ്റ്റ് ടീച്ചർ കുട്ടീനെ സിമ്പതി ചെയ്തപ്പോൾ തന്നെയാണ് ടീച്ചറും രക്ഷപ്പെട്ടത്. ഇവിടുത്തെ സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓവർ പാരൻറ്റിങ് ആണ്. ഇവിടെ പണിഷ്മെൻ്റ് ഒന്നും
ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണിഷ്മെൻ്റ് ഒന്നും നമുക്ക് ടീച്ചേഴ്സിന് ഭയമാണ് ശരിക്കും. ഒരു ഹ്യൂമറസ് ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ അവസാനം എന്നുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഡിഫറെൻറ്റ് മീനിങ് ആണ്. അതായത് ലാസ്റ്റ് ചാപ്റ്റർ ഇപ്പോഴത്തെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, അതായത് ടീച്ചേഴ്സിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു, ഓവർ പാരൻറ്റിങ്. ഇവിടെ ഒരു നർമ്മഹാസ്യമാണ്. അതുപോലെ തന്നെ പിന്നത്തേൽ ഡ്രഗ് അബ്യൂസ് ഉണ്ട്. പോസ്റ്റ് ഏർലി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു ഫണ്ണി സ്റ്റോറിയാണ്. അപ്പോൾ ഇത്തരം എല്ലാ സ്റ്റോറിയും 15 ചാപ്റ്റേഴ്സിൻ്റെ മലയാളം മീനിങ് ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് 1-2 വട്ടം കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇംഗ്ലീഷിൻ്റെ സമ്മറീസ് എല്ലാം നിങ്ങൾക്ക് കയ്യിൽ കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന ഡിഫറെൻറ്റ് ഡിസ്കോഴ്സസ്, അതുപോലെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കാണിക്കും കേട്ടോ. ഓക്കെ എവരി വൺ, താങ്ക് യു.